ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ കോച്ച് അബി. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാമപ്പ്. വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഈ ജിമ്മിലൊക്കെ ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നുണ്ട്. ജിമ്മിൽ മാത്രമല്ല പുറത്തുമുണ്ട്. പക്ഷെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലാണ്. കാരണം ന്യൂസ് വാല്യൂ അതെന്തെങ്കിലും ആവട്ടെ, അത് നമ്മുടെ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാമപ്പ്. ഓക്കെ, എല്ലാവരും ഞാനിവിടെ ജിമ്മിലൊക്കെ വരുന്ന സമയത്ത് കാണാം, ജസ്റ്റ് 2 ഹാൻഡ് റൊട്ടേഷനും 2 ജമ്പും ചെയ്തിട്ട് നേരെ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന കാണാം. അത് ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഹാർട്ട് ബീറ്റിനെ വളരെ സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. സഡൻലി നമ്മൾ പുഷ് ചെയ്തിട്ട് ഒരു ഹൈ ഹാർട്ട് ബീറ്റിലേക്ക് എത്തിക്കാൻ പാടില്ല. ഓക്കെ, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇഞ്ചുറീസ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലത്തെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് ഹാർട്ട് അറ്റാക്സ് വരിക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതിലുണ്ട്. സോ എങ്ങനെയാണ് ഒരു പ്രോപ്പർ വാമപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് പല രീതിയിൽ വാംസ് ചെയ്യാം. നോർമൽ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഇതുപോലുള്ള നമ്മളുടെ ബാൻഡ് യൂസ് ചെയ്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സോ എങ്ങനെയാണ് വാമപ്പ് ചെയ്യാന്നുള്ള ഒരു ഡെമോ നിങ്ങൾക്ക് കാണാം. സ്ലോ ആയിട്ടായിരിക്കണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാം, ഒരു 10 റെപ്പിറ്റേഷൻസ്. ഓക്കെ, ഫുൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യാം. അതിനുശേഷം 2 ഹാൻഡ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഹാൻഡ് റൈസസ് ചെയ്യുക. 1 2 3 10 റെപ്പിറ്റേഷൻസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഹാൻഡ് ഫുൾ സ്ട്രെയിറ്റ് ആക്കി വെക്കുക, റൊട്ടേഷൻസ് ചെയ്യുക ഫ്രണ്ടിലേക്ക്. ഒരു 10 റെപ്പിറ്റേഷൻ ഫ്രണ്ടിലേക്കും ഒരു 10 റെപ്പിറ്റേഷൻസ് ബാക്കിലേക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാമപ്പാണ് ഹാൻഡ് രണ്ടും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ബോഡി, അപ്പർ ബോഡി മാത്രം ട്വിസ്റ്റ് ചെയ്യുക. 1 1 ഇങ്ങനെ ഒരു 10 റെപ്പിറ്റേഷൻ അതും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഫുൾ ബോഡി ബെൻഡ് ചെയ്യുക, എന്ന് പറഞ്ഞാൽ ഫുൾ ഹാൻഡ് സ്ട്രെച്ച് ചെയ്തിട്ട് നേരെ നമ്മളുടെ ലെഗ് ടച്ച് ചെയ്യുക, നീസ് ബെൻഡ് ചെയ്യാതെ. ഓക്കെ, അതും ഒരു 10 റെപ്പിറ്റേഷൻസ് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ 2 കാലും വൈഡാക്കി വെക്കുക. ഓക്കെ, നേരെ സെൻറ്ററിൽ ടച്ച് ചെയ്യുക, 2 ലെഗ് ടച്ച് ചെയ്യുക, ദെൻ മാക്സിമം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇതും നിങ്ങൾക്ക് 10 റെപ്പിറ്റേഷൻസ് വെച്ച് ചെയ്യാം. അതിനുശേഷം സെയിം ലെഗ് വൈഡ് ഗ്രിപ്പിൽ വെച്ചിട്ട് ഹാൻഡ്സ് 2 ലെഗിലേക്കും ടച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെയാം, അപ്പോൾ നമ്മളുടെ ബ്രീത്തൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ടാവും. നോർമലി ജമ്പിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ജോഗിങ് പോലെ ഒരു 20 റെപ്സ് വെച്ചിട്ട് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ജമ്പിങ് ജാക്സ് ആഡ് ചെയ്യാം. 1 അത് ഒരു 10 to 15 റെപ്പിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. 3 സെറ്റ്സോ 2 സെറ്റ്സോ നിങ്ങളുടെ ഒരു സ്റ്റാമിനക്ക് അനുസരിച്ച് ചെയ്യാം. ഇതിന് ശേഷമായിരിക്കണം നമ്മളുടെ വർക്കൗട്ട്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നമുക്ക് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നോർമൽ ബോഡി വെയ്റ്റ്സ് വെച്ചാണ് ഞാൻ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ബാൻഡ്സ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഒരുപാട് വർക്കൗട്ട്സ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പം കാലുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷം സൈഡ് റൈസസ് ചെയ്യാം, ഫ്രണ്ട് റൈസസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് വർക്കൗട്ട്സ് നമുക്ക് ഈ ബാൻഡിൽ യൂസ് ചെയ്ത് ചെയ്യാം. അതും നിങ്ങളെ ഒരു നോർമലി ഒരു പ്രോഗ്രസീവ്ലി നമുക്ക് വാമപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ്. സോ വാമപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾ വാമപ്പിന് വേണ്ടി സമയം ചിലവഴിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ വർക്കൗട്ട്സിലേക്ക് ഇറങ്ങുക.